തിരുവനന്തപുരം ജില്ലയിൽ വലിയ മുന്നേറ്റമാണ് BJP ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുന്നേറ്റത്തിൻ്റെ പ്രധാന ഘടകം ഹിന്ദു കൺസോളിഡേഷൻ തന്നെയാണ്. കാര്യം ക്രിസ്ത്യാനികൾ കുറവാണ്, മുസ്ലിങ്ങളും വളരെ കുറവാണ്. അവരുടെ പ്രദേശങ്ങളിൽ BJP ജയിച്ചിട്ടുമില്ല. അപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ വലിയ തോതിൽ നടക്കുന്നു. എന്നാൽ ഒരു രസകരമായ ഒരു സംഭവം, തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് വലിയ മെജോറിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ക്രിസ്ത്യാനികളുമുണ്ട്. അതുകൊണ്ടാണ് ആന്റണി രാജു ഒക്കെ ജയിക്കുന്നത്. അവിടെ പക്ഷേ ഹിന്ദുവിൻ്റെ ആളുകൾ ജയിക്കുന്നതായിട്ട് പറയുന്നില്ല, BJPയുടെ ആളുകൾ ജയിക്കുന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ നേമം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, വട്ടിയൂർക്കാവ് ശ്രീലേഖ IPS നിന്നാൽ ജയിക്കും, കൃഷ്ണകുമാർ ആണെങ്കിലും ജയിക്കും. കടകംപള്ളി സുരേന്ദ്രന്റെ സ്ഥലം കഴക്കൂട്ടം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയതുകൊണ്ട് V മുരളീധരൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 3 മണ്ഡലങ്ങളാണ് എല്ലാ ചാനലുകളും ഇപ്പോൾ ഉറപ്പ് പറയുന്നത് തിരുവനന്തപുരത്ത്. അത് മിക്കവാറും ചാനലുകളെല്ലാം ഉറപ്പ് പറഞ്ഞതുപോലെയാണ് പോകുന്നത്. പിന്നെ കാട്ടാക്കടയിൽ വലിയ മത്സരം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, ആറ്റിങ്ങലിൽ വലിയ മത്സരം ഉയർന്നു വരും, കോവളത്തും വലിയ മത്സരം ഉയർന്നു വരും. അങ്ങനെ പിന്നെ തിരുവനന്തപുരം സെൻട്രലിലും വലിയ മത്സരം വരും. ഇങ്ങനെ 3-4 മണ്ഡലങ്ങൾ 3-4 മണ്ഡലം പിടിക്കുകയും വലിയ മത്സരം തിരുവനന്തപുരത്ത് നടത്തുകയും ചെയ്യും ഹിന്ദു കൺസോളിഡേഷൻ. അതിന് സഹായമായ രീതിയിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരികയും കോർപ്പറേഷനിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തുകയും കോർപ്പറേഷനെ വലിയ തോതിലുള്ള ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു വികസിത കേരളത്തിൻ്റെയോ ഒരു വികസിത മണ്ഡലങ്ങളുടെയൊക്കെ ഒരു പ്രതീതി തിരുവനന്തപുരത്ത് കൊടുക്കും. അതേസമയം തന്നെ BJP ചെയ്യുന്ന മറ്റൊരു സ്ട്രാറ്റജിയായി പുറത്തു വന്നത്, അത് ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വന്നൊരു സ്ട്രാറ്റജിയാണ്, പരസ്യമായ സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ വലുതായി ഇനി പ്രകോപിപ്പിക്കേണ്ട, അവരെ അടുത്തോട്ട് പോയിട്ട് കാര്യമില്ല. അതേസമയം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെയും പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ OBC SC/ST വിഭാഗക്കാരിൽ വലിയ മുന്നേറ്റം നടത്താൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SC/ST വിഭാഗത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുധീർ, അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ ഇവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു നേരത്തെ ഹിന്ദു മുന്നണിയുടെയൊക്കെ ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ നേതാവായിരുന്നു. ശബരിമല പിന്നെ എന്താണ് നിലയ്ക്കൽ തീവെപ്പിന്റെ ഒക്കെ കേസിലൊക്കെ അതിനൊക്കെ വളരെ ഭംഗിയായി കൊണ്ടുവന്ന ആളാണ്. പിന്നെ ആറന്മുള സമരത്തിൽ ശോഭന ടീച്ചറും ഇവരെല്ലാം ടീമായി നിന്നാണ് അതിനകത്ത് വലിയ ഒരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെ കുമ്മനം രാജശേഖരന് ഈ BJP എന്നതിനുപരിയായി പിന്നെ ഗവർണറായിരുന്നു, ഒരു റീച്ച് ഹിന്ദു സമൂഹത്തിലുണ്ട്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് OBCയിലുള്ള ആളുകളെയും SC/ST വിഭാഗത്തിലെയും ദളിത് വിഭാഗത്തിലും ഒരു മുന്നേറ്റം എങ്ങനെ ഉണ്ടാക്കാം, അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അവരെ എങ്ങനെ സഹായിക്കാം, കേന്ദ്ര പദ്ധതികൾ കൊണ്ടും കേരള പദ്ധതികളും കോർപ്പറേഷന്റെ പദ്ധതികളെ കൊണ്ട് അവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ള പുതിയ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്കാണ് BJP പോകുന്നത്. മുസ്ലിങ്ങൾക്ക് എന്തായാലും ഒരു കൺസോൾട്ടേഷൻ നടക്കും. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുസ്ലിം കൺസോൾട്ടേഷൻ സാധാരണ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടായി. ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ നടക്കും, അത് 100% UDFനായിരിക്കും. ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ നടക്കുന്നതും UDFനാണ് ഗുണം. അപ്പോൾ ക്രിസ്ത്യൻ കൺസോൾട്ടേഷനിൽ കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അൽഫോൺസ് കണ്ണന്താനവും ഷോൺ ജോർജും PC ജോർജിനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു കാര്യം 2000-ഓളം ഇപ്പോൾ 23,000-ഓളം മണ്ഡലങ്ങളിൽ 23-ൽ 8,000, 3,000, 20,000, 17,000 സ്ഥലത്ത് അവർ മത്സരിച്ചു. BJP അതിലൊരു 2,000-ഓളം സ്ഥലത്ത് ക്രിസ്ത്യാനികളാണ് മത്സരിച്ചത്. പല ക്രിസ്ത്യാനികളും ജയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം, ഇടുക്കി മണ്ഡലങ്ങളിലൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളോടുള്ള സമീപനം വീണ്ടും അങ്ങനെ തന്നെ തുടരും. പക്ഷെ അവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം, അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ക്രിസ്മസിന് ഇപ്പോൾ ഒരാളെ ആക്രമിച്ചതോ, ഒരു കന്യാസ്ത്രീ നോർത്തിൽ എവിടെയെങ്കിലും ഒരു കന്യാസ്ത്രീയെ പിടിക്കുന്നതോ, ഒരു ബീഫ് എന്നൊക്കെ പറഞ്ഞൊരു ക്രിസ്ത്യാനിക്കോ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് അവരുടെ തല്ല് നടന്നാൽ ഈ വെള്ളം കോരി കൊണ്ടുവന്ന് വെളുപ്പാങ്കാലം വരെ വെള്ളം കോരുന്നത് തപ്പോനെ കുടവിട്ട് ഉടയ്ക്കും പോലെ ആയിപ്പോകും BJP. നോർത്തിൽ എവിടെ നടന്നാലും മതി, അതിന്റെ കുഴപ്പം. ഇവിടെ 4 ബിഷപ്പുമാരും ഒക്കെ 4 പ്രസ്താവനയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരോടെ നിൽക്കുന്ന ബിഷപ്പുമാരുണ്ട്, കോൺഗ്രസ്സുകാരോടെ വേണ്ടി പക്കാ കോൺഗ്രസ് മാത്രമായി നിൽക്കുന്ന ബിഷപ്പുമാരുണ്ട്. അവർ 4 അടിയങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ പറയുന്നത് വോട്ട് ചെയ്യണമെന്നായിരിക്കില്ല പറയുന്നത്, BJP രാജ്യത്തിന് അപകടമാണ്, RSSും സംഘപരിവാർ സംഘം. അത് സംഘപരിവാർ സംഘടനയിൽപ്പെടുന്ന ആരായാലും മതി. RSS ഒന്നും നേരിട്ട് ഒരിടത്ത് ഒരു അക്രമം നടത്തുന്നില്ലല്ലോ. പിന്നെ ഹനുമാൻ സേന, വാനരസേന, ബജറംഗദൾ, ഇങ്ങനെ 100 കണക്കിന് സംഘടനയുണ്ട് ഈ ഹിന്ദു സംഘടനകൾ. ചെറിയ ആളുകൾ, ചെറിയൊരു നേതാവുണ്ട്, അവർക്കൊരു സംഘടനയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി, ഇവിടെ വലിയ വാർത്തയാവും. കേരളത്തിലാണ് അത് വളരെ വളരെ വൈകാരികമായ വിഷയമായി ചാനലുകൾ അവതരിപ്പിക്കും. ക്രിസ്ത്യാനികൾ ഒന്നടങ്ങ് ഇന്ത്യയിൽ കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞ് വളരെ അതിവൈകാരികമായിട്ട് ഇവിടെ പറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സമ്പൂർണ്ണമായി വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ സമ്പൂർണ്ണമായി അവരിലേക്ക് പോകണ്ട എന്നൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഹിന്ദു കൺസോൾട്ടേഷനിലേക്കാണ് കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ചു പോകുന്നത്.
പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വലിയ തോതിൽ BJPക്ക് വോട്ട് കിട്ടുന്നുണ്ട്. അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഒരു സ്വാധീനമുണ്ട്. മാത്രമല്ല ഈഴവ കമ്മ്യൂണിറ്റി കോൺഗ്രസുമായി തെറ്റി നിൽക്കുകയാണ്. SNDPയും വെള്ളാപ്പള്ളി നടേശനും തെറ്റി നിൽക്കുന്നു. അങ്ങനെ തെറ്റി നിൽക്കുന്നത് കൊണ്ട് കുറെ വോട്ട് CPMന് കിട്ടും. പരമ്പരാഗത വോട്ടുകളൊക്കെ CPMന് പോകും. കുറെ വോട്ട് BJPക്കും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടും. ഇതാണ് കേരളത്തിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ BJPയുടെ സ്പേസ് കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. BJPയെ ഒഴിവാക്കാൻ കഴിയാത്ത പാർട്ടിയായി മാറുന്നു. BJP ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവർക്കൊരു MLA ഉണ്ടായി. നേമത്ത് ഒരിക്കലും കേരളത്തിൽ MP വരില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് ഒരു സുരേഷ് ഗോപി ഉണ്ടായി. അതുപോലെ ഒരിക്കലും അവർ വരില്ല എന്ന് പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് BJP എഴുതിത്തള്ളാൻ ഇനി കേരളത്തിൽ കഴിയില്ല എന്നാണ്. അത് എന്റെ അഭിപ്രായമല്ല. എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ അതിനകത്ത് ആളുകൾ വന്ന് ട്രോളി ഇവൻ സംഖ്യയാണോ BJP, എന്റെ അഭിപ്രായമേ അല്ല. ഗോപകുമാറിനെ പോലെയുള്ള ഡോക്ടർ ജയപ്രകാശിനെ പോലെയുള്ള പിന്നെ വളരെ കൃത്യമായി പൊളിറ്റിക്സ് പഠിക്കുന്നവർ, കേരളത്തിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവരും പൊളിറ്റിക്കൽ സയൻസിന്റെ അനലിസ്റ്റുകളുമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിശകലനം നടത്തുന്നവരുമൊക്കെയാണ് പറയുന്നത് BJPയെ എഴുതിത്തള്ളിക്കൊണ്ട് ഇനി കേരളത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ എഴുതിത്തള്ളാതിരിക്കുന്നതിനകത്തുള്ള ഘടകങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാതെ BJP ജയിക്കണോ BJP വരണോ എന്നുള്ളതൊന്നും നമ്മുടെ ഒരു പറമ്പിലുള്ള, അല്ല അതൊക്കെ ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആർക്കാണ് വോട്ട് ചെയ്യണമെന്നും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. അവിടെയൊന്നും നമുക്ക് അഭിപ്രായമില്ല. നമുക്ക് അഭിപ്രായമുള്ളത് കേരളത്തിൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായ ചേരുതിരിവുകളും പിരിവുകളുമാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഒരു പിരിവുണ്ട്. നമ്മൾ കയർ പിരിക്കും പോലെ നോക്കുമ്പോൾ കയറിങ്ങനെ കൂട്ടിയിരിക്കുന്ന സാധനമാണ്, അതിനെ പിരിച്ച് നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു പിരിവുണ്ട്. അതിനകത്തൊരു ഉൾപ്പിരിവുമുണ്ട്. അതിനകത്തൊരു ഉൾപ്പിരിവുമുണ്ട്. അപ്പൊ കേരളത്തിന്റെ സാമുദായികമായ, നമ്മൾ മതേതരം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. കേരളത്തിൽ ഒരു മതേതരവും ഇല്ല. അത് വെറുതെ പറയുന്നതാണ്. ഇവിടെ മതാടിസ്ഥാനത്തിൽ തന്നെയാണ് ആളുകൾ ജീവിക്കുന്നത്. ഇവിടെ ജാതി പ്രബലമാണ്. വളരെ കൃത്യമായി ജാതിയിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. മതം പ്രബലമാണ്. മതത്തിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ NSS എന്ന് പറയുന്ന നായർ സർവീസ് സംഘടന ഉണ്ടായിരുന്നത് ഈഴവന്മാരില്ല. SNDP എന്ന് പറയുന്നതിനകത്ത് എല്ലാവരെയും ഗുരുദേവൻ ഉൾക്കൊണ്ടിരുന്നുവെങ്കിലും ഇന്നിപ്പോ മഹാഭൂരിപക്ഷ ആളുകളും ഈഴവാസാണ്. പിന്നെ നാടാർ മഹാസഭയുണ്ട്, പുലയ മഹാസഭയുണ്ട്, കേരളം. അങ്ങനെ ഓരോന്നെടുത്തു കഴിഞ്ഞാൽ ഓരോ ജാതിയുടെയും ഉപജാതികളുടെയും പേരിൽ സംഘടനകളും സംവിധാനങ്ങളും അവർക്ക് ദൈവങ്ങളുമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ വെള്ളാളർക്ക് ദൈവമുണ്ട്. ശൈവ വെള്ളാളർക്ക് മുത്താരമ്മന്മാരും ഉജ്ജയിനി ക്ഷേത്രങ്ങളുമുണ്ട്. നായന്മാർക്ക് അമ്പലമുണ്ട്. ഈഴവർക്ക് അമ്പലമുണ്ട്. പുലയ പറയ വിഭാഗത്തിനെല്ലാം അമ്പലമുണ്ട്. മലയരയന്മാർക്ക് അമ്പലമുണ്ട്. സാമുദായിക അടിസ്ഥാനത്തിൽ തന്നെ അമ്പലങ്ങൾ പോലും നടത്തുന്ന നാട്ടിലാണ് വന്നു നിന്ന് മതേതരം തള്ളിമറിക്കുന്നത്. അത് ചുമ്മാ പറയുന്നതാണ്. ഇവിടെ കൃത്യമായി മതവുമുണ്ട്, കൃത്യമായ ജാതിയുണ്ട്. ആ മതത്തെയും ജാതിയെയും വളരെ കൃത്യമായി പുരോഹിത വർഗം വളരെ കൃത്യമായി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായിട്ട് ഇപ്പുറത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മതത്തെ ഉപയോഗിക്കുന്നു, മതത്തിലുള്ള പുരോഹിതന്മാർ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നു. ഇത് ഇത്രയും കാലം വരെ കേരളത്തിൽ നിന്നത് ഇത് പ്രയോഗിച്ചുകൊണ്ടിരുന്നത് പാണക്കാട് സംവിധാനങ്ങളുടെയൊക്കെ ഭാഗമായി മുസ്ലിം ലീഗും ബിഷപ്പുമാരുടെയും പള്ളിക്കാരുടെയും സംവിധാനമായി കേരള കോൺഗ്രസ് വെച്ചുകൊണ്ട് പിന്നെ കോൺഗ്രസിന് അനുകൂലമായാണ് പോയതെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി പോയതെങ്കിൽ ഹിന്ദുക്കളിൽ സന്യാസിമാരെന്ന് മുൻകൈ എടുക്കാതെ തന്നെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് വർത്തമാന കേരളത്തിന്റെ പൊതു രാഷ്ട്രീയം. അത് ഗുണകരമാകുമോ ദോഷമാകുമോ നാളെ ഭാവിയിലൂടെ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. എന്തായാലും അങ്ങനെ വളരെ രസകരമായ ഒരു രാഷ്ട്രീയ കൺസോൾട്ടേഷൻ കേരളത്തിൽ നടക്കുന്നു. അപ്പുറത്താണെങ്കിൽ പറയാനൊരു പാണക്കാട് കുടുംബവും കുറച്ച് പള്ളിക്കാരുമുണ്ട്. അതിന്റെ അപ്പുറത്താണെങ്കിൽ ബിഷപ്പുമാരും പുരോഹിതന്മാരുമുണ്ട്. ഇവിടെ സന്യാസിമാരോ സ്വാമിമാരോ ഒന്ന് പറയാതെ തന്നെ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കുന്നു എന്നുള്ളത് കൗതുകമുള്ള ഒരു രാഷ്ട്രീയമാണ്.